നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഹൈപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസിന്റെ റീച്ചും കാര്യങ്ങളും കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ നാളത്തെ കഥയെ കാണുന്ന CI മാർട്ടിനും കാർത്തികയും ലക്ഷ്മിയമ്മയും ചോദ്യം ചെയ്യുവാണ്. പിന്നീട് കാർത്തികയോട് ചോദിച്ചു, അല്ല ഈ പറയുന്ന ഗംഗാപ്രസാദ് നിങ്ങളുടെ കല്യാണത്തിന്റെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും കാർത്തിക പറഞ്ഞു, ഇല്ല സാറേ, അവൻ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ചോദിച്ചു, അതെങ്ങനെ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും? ലക്ഷ്മിയമ്മ പറഞ്ഞു, അവൻ വന്നിട്ടാണെങ്കിൽ അവനെ കാത്തിരിക്കുന്ന ബാക്കി പലരും ഉണ്ടായിരുന്നു അവിടെ. കാരണം കിരണാണെങ്കിലും വേലു ആണെങ്കിലും അവരൊക്കെ അവന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അവനെങ്ങാനും അങ്ങോട്ട് വന്ന് കേറിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവനെ തീർക്കാൻ തയ്യാറായിട്ടിരിക്കുമായിരുന്നു ഞങ്ങളെല്ലാരും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ CI പറഞ്ഞു, അത് ശരിയാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവന് ക്രിമിനലായിരിക്കും, പക്ഷേ എങ്കിൽ നിയമം കയ്യിലെടുക്കാനായിട്ട് നിങ്ങൾക്ക് അധികാരം ഉണ്ടോന്ന് ചോദിച്ചു. സാറേ, അവനെ കുറിച്ച് സാറിന് അറിയത്തില്ലാത്തോണ്ടാ എന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു. അവനൊരു ക്രിമിനലാണ്. ചെന്നൈയിലായിരുന്ന സമയത്ത് എന്റെ മോളുടെ നേർക്ക് എത്ര വട്ടം അവന് കൊലപാതക ശ്രമം നടത്തിയിട്ടുണ്ടെന്നറിയോ? കഷ്ടിച്ചാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അത് മാത്രമല്ല, പലപ്പോഴും പിന്നാലെ വന്ന് ഞങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ അവന്റെ ശല്യം സഹിക്ക വയ്യാതെയാണ് അവന്റെ അച്ഛന് എന്റെ മോളുടെ പേർക്ക് സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചേ. ഇപ്പോഴാണെങ്കിലും അവന് സ്വത്തുക്കളൊക്കെ പകുതി എങ്ങനെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. പക്ഷേങ്കിൽ ഒരിക്കലും അവന്റെ കൈകളിലേക്ക് സ്വത്തുക്കൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതവന് നല്ല രീതിയിൽ കൊണ്ടുപോയില്ലെന്നറിയാം. എല്ലാം നശിപ്പിച്ച് കളയത്തുള്ളൂ. അതറിയാവുന്നതുകൊണ്ടാണ് അവന്റെ അച്ഛൻ ഞങ്ങളുടെ പേരിലേക്ക് എഴുതി വെച്ചത്. അതിനേക്കാൾ ഉപരി അവന് മൊത്തം കൈയടക്കാനാണ് താല്പര്യം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെ കൊല്ലാൻ നടക്കണേന്നൊക്കെ ലക്ഷ്മിയമ്മ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ CI പറഞ്ഞു, ആയിരിക്കാം, കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും. പക്ഷേങ്കിൽ അവനെപ്പോൾ ഓരോരുത്തരെ കണ്ടില്ലെന്ന് ഞങ്ങൾക്കൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കാർത്തി ചോദിച്ചു, ആരാ സാറേ കംപ്ലൈന്റ് വന്നിരിക്കുന്ന അവനെ കണ്ടില്ലെന്നും പറഞ്ഞോണ്ട്? അവനെ കാണാതെ പോകണം, നല്ല കാര്യമാണ് സാറേ. ഞങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങാലോ. എന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ച സമയത്ത് തന്നെ ദിലീപേന്റെ അച്ഛനെ കൊന്നവനെ ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അവനെ എങ്ങാനും കൈ കിട്ടിയാൽ ഞാൻ തീർത്തേനം. ഒരു തവണ അവൻ അങ്ങോട്ടേക്ക് വന്ന ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് അന്ന് ഞാൻ ഷൂട്ട് ചെയ്ത ഭാഗ്യം കൊണ്ട് അവൻ അന്ന് രക്ഷപ്പെട്ടു പോയത്. അല്ലായിരുന്നെങ്കിലും എന്റെ കൈ കൊണ്ട് തന്നെ അവൻ തീർന്നേനെന്ന് പറഞ്ഞു. അത് കേട്ടതും CI മാറ്റം പറഞ്ഞു, അവനെ കാണുന്നില്ലെന്നും പറഞ്ഞ് പരാതി കൊടുത്ത് അവന്റെ മുഡ്ബി സ്റ്റെഫിയാണ്. അവൾ അങ്ങനെ ഒരു പരാതി എന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ പോലീസല്ലേ. നിങ്ങൾക്ക് ആർക്ക് നിയമം കയ്യിലെടുക്കാനായിട്ട് അവകാശമില്ല. ഒരുപക്ഷെ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവന് കോടതി കൊടുക്കും. ലക്ഷ്മിയമ്മ പറഞ്ഞു, ഈ പറയുന്ന കോടതിയും ജയിലൊന്നും അവന് പുത്തിരിയുള്ള കാര്യമല്ല സാറേ. അവന് എത്ര ശിക്ഷ കിട്ടിയെന്ന് പറഞ്ഞാലും അവനെ ജയിൽ ചാടും. ചെന്നൈയിലൊന്ന് സാറ് പോയി അന്വേഷിച്ച് നോക്കിയാൽ അവനെക്കുറിച്ച്. ഇതിനു മുമ്പ് പലവട്ടം അവനെ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട്. അവിടെ നിന്നല്ല അവൻ രക്ഷപ്പെട്ട് പുറത്ത് ചാടിയവനാ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിലൊന്നും ഒരു വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞു. അവൻ മരിച്ചെന്ന് കേട്ടാലും ഞങ്ങൾക്ക് സമാധാനം ആവത്തുള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ CI മാർട്ടിൻ പറഞ്ഞു, എന്താണെങ്കിലും അവനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ അന്വേഷിക്കുക തന്നെ ചെയ്യും. ഒരു പക്ഷേങ്കിൽ അന്ന് ആ കല്യാണ സമയത്ത് കാർത്തിയുടെയും ദിലീപിന്റെയും വിവാഹം നടക്കുന്ന സമയത്ത് കിരണിനെയും വേലുവിനെയും അതുപോലെ രതീഷിനെയും കുറച്ച് സമയത്തേക്കും അവിടെ കണ്ടില്ലായിരുന്നു. ഒരു പക്ഷേങ്കിൽ അവരൊക്കെ ഞങ്ങളുടെ സംശയത്തിന് നിഴലിലാണ്. അവരാണ് ഇനി അവനെ ഇല്ലാതാക്കിയെന്നൊരു സംശയമുണ്ട്. അവന്റെ തിരോധാനത്തിന് പിന്നിൽ ആരാണെങ്കിലും നിങ്ങൾക്കും അതിനകത്ത് പങ്കുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും. അതിനു മുമ്പ് സത്യം പറയുന്നത് നല്ലതെന്ന് പറഞ്ഞു. കാർത്തി പറഞ്ഞു, അവനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരറിവുമില്ല സാറേ. അവന് എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടുവാണെങ്കിൽ അതിൽ സന്തോഷിക്കുന്ന ഞങ്ങളെന്ന് പറഞ്ഞു. CIക്ക് തോന്നി കൂടുതലായിട്ട് അവനെക്കുറിച്ച് ഇവർക്കൊന്നും അറിയില്ലെന്ന്. പിന്നീട് CI പറഞ്ഞു, ഇനി കൂടുതൽ അന്വേഷിക്കാനായിട്ട് ചിലപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നെന്നിരിക്കും. അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് പറഞ്ഞു. ലക്ഷ്മിയമ്മ പറഞ്ഞു, അതിനെന്താ സാറേ, സാറ് വന്ന് അന്വേഷിച്ചോ, എത്ര വേണമല്ലോ അന്വേഷിച്ചോ, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞോളാന്ന് പറഞ്ഞു. CI അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ പറഞ്ഞു, മോളെ ശരിക്കും ഒരു സന്തോഷ വാർത്ത ആണല്ലോ. അവനെ ആരെങ്കിലും തീർത്ത് കാണുമെന്ന് ചോദിച്ചു. കാർത്തി പറഞ്ഞു, അവന്റെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. അവനെവിടെയെങ്കിലും ഇനി ഒളിച്ചിരിക്കുവാണെന്ന് അറിയത്തില്ല. എല്ലാരെയും പറ്റിച്ചിട്ട് അവസാനം എവിടെന്നേലും പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ എല്ലാവരുടെ മുന്നിൽ അവൻ മരിച്ചെന്ന് വരുത്തി തീർത്തിട്ട് അവൻ ഇനി പൊങ്ങി വരുമോന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ലക്ഷ്മി അമ്മ പറഞ്ഞു, ശരിയാ, അവന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ, അതും ചെയ്യും, അവൻ അതിന്റെ അപ്പുറവും ചെയ്യുന്നവനാന്ന് പറഞ്ഞു. എന്നാലും ഇതൊരു സന്തോഷ വാർത്ത തന്നെയാ. ഇനി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കായിരുന്നു. അവൻ എങ്ങാനും മരിച്ചെന്നറിയുവാണെങ്കിൽ ഇരട്ടി സന്തോഷമായെന്ന് പറഞ്ഞു. കാർത്തി പറഞ്ഞു, ഞാനേ കിരണിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കിരണിനെ വിളിച്ചു. കിരണിനെ വിളിച്ചിട്ട് കാർത്തിക താൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം. CI മാർട്ടിനോട് വന്നതൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു, ഇവിടെയും വന്ന് അന്വേഷിച്ചായിരുന്നു. അല്ല കിരണേ, അന്നെങ്ങാനും അവൻ അങ്ങോട്ടേക്ക് വന്നായിരുന്നു എന്ന് ചോദിച്ചു. എവിടുന്ന്?
അവനെ കണ്ടായിരുന്നു ഞങ്ങൾ വെറുതെ വിടുവോ? അല്ല, അയാൾക്ക് സംശയം, കിരണിനെയൊക്കെ നല്ല സംശയം ഉണ്ടെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു സംശയിച്ചോട്ടെ, സാരമില്ല, ഇനിയിപ്പോ അവന്റെ ശല്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അവനെ കാണുന്നില്ലെന്ന് പറഞ്ഞല്ലോ, പിന്നെ ഈ കാര്യം ഓർത്ത് ഇനിയിപ്പൊ കാർത്തിക ടെൻഷൻ അടിക്കാനൊന്നും പോണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇത്തിരി സമയം കൂടെ സംസാരിച്ചാണ് കോൾ കട്ട് ചെയ്യുന്നത്. ഇതേസമയം സരയും മോളെ കാണാനായിട്ട് ചെല്ലുവാണ്. അവൻ ശാരിയുടെ കയ്യിലായിരുന്നു കുഞ്ഞ്. അങ്ങനെ മോളെ കണ്ടു കഴിഞ്ഞപ്പത്തിന് മോളെ കോരെടുത്തു. മോളെ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കുവാണ്, എന്റെ കൺമണി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും ശാരി ചോദിച്ചു, അല്ല മോളെ നീ ഇന്ന് ഓഫീസിൽ പോയില്ലേന്ന് ചോദിച്ചു. എനിക്കിന്ന് മോളെ കാണണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. അധികം വൈകാതെ ഞാൻ എൻ്റെ മോളെ കൂട്ടിക്കൊണ്ട് പോകുന്നു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശാരി ചോദിച്ചു, അതെന്തിനാ മോളെ? ഞാൻ ഇവിടെ നന്നായിട്ട് തന്നെയാണല്ലോ നോക്കുന്നേ, പോരാത്തേന് രൂപേ സേനും ഒക്കെ ഉണ്ടല്ലോ, അവർക്കെല്ലാം മോളെ ഭയങ്കര കാര്യമാണ്. ശരി തന്നെയാ, ആരൊക്കെ നോക്കിയെന്ന് പറഞ്ഞാലും അച്ഛനും അമ്മയും നോക്കുന്ന പോലെ ആവത്തില്ലോ. അതിന് അച്ഛനും ഇല്ലല്ലോ, അച്ഛൻ ജയിലിലല്ലേ എന്ന് ചോദിച്ചു. ഇതേ അമ്മേ, അവനെ കുറിച്ച് കേൾക്കുന്ന പോലെ എനിക്ക് ഇഷ്ടമില്ല, അവനെ കുറിച്ച് പറയണ്ട. അവന്റെ കാര്യത്തിന് അധികം വൈകാതെ ഒരു തീരുമാനം ഉണ്ടാവും, അവനെ മുകളിലേക്ക് പറഞ്ഞു വിടൂന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ശാരി പറഞ്ഞു, നീ എന്തൊക്കെയാ മോളെ പറയണേ? അതൊക്കെ സംഭവിക്കുന്ന കാര്യമാണോ? അതെ, സംഭവിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്ന എന്താണെന്നറിയോ? എന്റെ കൺമണി മോൾക്ക് അധികം വൈകാതെ ഒരു അച്ഛനോ ഉണ്ടാവും പറഞ്ഞു. അച്ഛനോ? അതാരാന്ന് ചോദിച്ചു. അമ്മയ്ക്ക് അറിയാവുന്ന ഒരാളാ. എനിക്കറിയാവുന്ന ഒരാളോ? നീ എന്തൊക്കെയാ, നിനക്കിത് എന്ത് പറ്റി സറിയൂന്ന് ചോദിച്ചു. അമ്മയുടെയൊക്കെ ആഗ്രഹമായിരുന്നല്ലോ ഞാൻ വേറൊരു വിവാഹം കഴിക്കണമെന്ന്. ഞാൻ ആ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷെ അത് ആരെയാന്ന് അറിഞ്ഞാൽ അമ്മ ഞെട്ടുന്നേന്ന് പറഞ്ഞു. ആരെയാ മോളേന്ന് ചോദിച്ചു. അത് കിരണിനെയാന്ന് പറഞ്ഞു. കിരണിനെയോ? നിനക്കെന്താ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടോന്ന് ചോദിച്ചു. എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, പക്ഷെ എങ്കില് എനിക്ക് അവനെ ഇഷ്ടം അമ്മേ. ഞാൻ പലവട്ടം ആലോചിച്ചു നോക്കി, എന്റെ കൺമണി മോളെ അവൻ സ്വന്തം മോളെ പോലെ കരുതുന്നേ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവൻ എന്റെ മോളുടെ അച്ഛനായി കൂടാ? ഞാൻ നോക്കിയിട്ട് നല്ല കാര്യമെന്ന് എനിക്ക് തോന്നേ. അത് കേട്ടപ്പം ശാരി പറഞ്ഞു, അതൊക്കെ നടക്കുന്ന കാര്യമാണോ? നിനക്കറിയാവുന്ന കാര്യമല്ലേ, ഒരിക്കലും നടക്കില്ലെന്ന്. നീ പലവട്ടം കല്യാണി ഇല്ലാതാക്കാനായിട്ട് നീയും ഞാൻ ഉൾപ്പെടെ ശ്രമിച്ചല്ലേ, എന്നിട്ട് അതുപോലെ നടന്നോ? ഇല്ലല്ലോ, ഇനി അതിനും മെനക്കെടണ്ട മോളെ, അന്ന് ശരിയാവുന്ന കാര്യമില്ലെന്ന് പറഞ്ഞു. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നെഗറ്റീവ് പറഞ്ഞുണ്ടല്ലോ, അമ്മ ഞാൻ നോക്കത്തില്ല. ഞാൻ എൻ്റെ രണ്ടമ്മമാരോടും കൂടെ പറയണേ. ഒരമ്മയോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഈ കാര്യമൊക്കെ അമ്മയുടെ മനസ്സിലിരിക്കാവുള്ളൂ. എങ്ങാനും വിളംബരം ചെയ്തുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് പോലും അറിയില്ല. എനിക്ക് ആ കല്യാണിയെ എങ്ങനെയെങ്കിലും തീർത്തിട്ട് കിരണിനെ സ്വന്തമാക്കണം. ഞാൻ മുമ്പ് ആഗ്രഹിച്ച കിരണിനെ അന്ന് കല്യാണി തട്ടിയെടുത്തു. പക്ഷെ ഇന്നങ്ങനെയല്ല, എനിക്ക് അവനെ കിട്ടിയേ മതിയാവുള്ളൂ. എൻ്റെ മോളുടെ അച്ഛനായിട്ട് ഞാനിപ്പോൾ അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് എൻ്റെ അച്ഛൻ പറയുമ്പോൾ എനിക്ക് അവനോട് ഒരു പുച്ഛമായിരുന്നു. അന്ന് മനോഹർ ഉണ്ടല്ലോ, അവൻ്റെ ആ സ്നേഹച്ചതി ഞാൻ വീണുപോയി. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ആരാ നല്ലത് ചീത്തന്നൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. എനിക്ക് അവനെ വേണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു, മോളെ നീ ഇങ്ങനൊന്നും പറയുകയും ചെയ്യരുത്, എങ്ങാനും ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിലോ. അമ്മേ, തൽക്കാലത്തേക്ക് അമ്മയുടെ വായിന്നൊന്നും വീഴാതിരുന്നാൽ മതി. ഞാനൊരു കാര്യം തീരുമാനിച്ച തന്നെയാ. അവനെ കിട്ടുന്നോടം വരെ ഞാൻ പൊരുതിക്കൊണ്ടിരിക്കും. അവനാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. അവനെ എനിക്ക് കിട്ടിയാൽ മതിയാവുള്ളൂ. എൻ്റെ ഭർത്താവായിട്ട് തന്നെ കിട്ടണം, എൻ്റെ കൺമണി മോളുടെ അച്ഛനായിട്ട്. അതിന് വേണ്ടിയിട്ടാ ഞാനിപ്പോൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കണേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സമയം കൂടെ കുഞ്ഞിനെ കൊഞ്ചിച്ചിട്ടാണ് സാരി അങ്ങോട്ട് പോകുന്നത്. ശാരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവിടെ അപകടത്തിലേക്കാണോ വീണ്ടും പോകുന്നത്? ഒരു കാരണവശാലും കിരൺ ഇവളെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല. അല്ല, എനിക്ക് കിരൺ അതിനെ കഴിയില്ല. കല്യാണെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇവളെന്താ ഇങ്ങനെ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ശാരിയുടെ മനസ്സിൽ. ശാരിയുടെ ഉള്ള മനസ്സമാധാനം കൂടെ പോയി. ഈ സമയത്ത് കിരൺ കല്യാണിന്റെ അടുത്ത് എന്നിട്ട് പോലീസ് കാർത്തിയുടെ അടുത്ത് അന്വേഷിക്കാൻ ചെന്ന കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പത്തിനും കല്യാണി പറഞ്ഞു, എന്നെ ലക്ഷ്മമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കിരണേട്ടാ, എനിക്കിപ്പം നല്ല പേടിയുണ്ട്. ഇനിയിപ്പോ അവസാനം പോലീസ് അന്വേഷിച്ച് ഇങ്ങോട്ടേക്കേനും വരുമോന്ന് ചോദിച്ചു. വരുവാണേ വരട്ടെ കല്യാണി, നീ എന്തിനാ പേടിക്കണേ? അല്ല, അയാൾക്ക് നല്ല സംശയമുണ്ട്. അയാളുടെ സംശയം ശരിയാണ്. അയാൾ കൃത്യമായ പാതയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണേ. അയാൾ പെട്ടെന്നൊന്നും പിന്മാറുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം അയാളുടെ കയ്യിലൊരു കേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളത് സത്യം കണ്ടെത്താൻ മാക്സിമം ശ്രമിക്കും. അപ്പൊ ഇതിലും അങ്ങനെ തന്നെയായിരിക്കും. ഒടുവിൽ അന്വേഷണം നമ്മളിലേക്ക് എത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ കിരണേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നാണോ പറയണേ? അതൊന്നും പറയാൻ പറ്റില്ല, നോക്കാം, വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും പേടിച്ചോടാ എന്നെ കിട്ടത്തില്ല. അവനെപ്പോലൊരു ദുഷ്ടനെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കുന്നതിനും അതിൻ്റെതായ അന്തസ്സുണ്ടെന്നൊക്കെ പറയാണ് കിരണ്. പക്ഷെ കല്യാണിക്ക് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനാ, എന്തായി തീരുമെന്നൊക്കെ ഓർത്തിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.